ശിവതാണ്ഡവത്തിന് ഇറാനിയൻ വാദ്യ കലാകാരിയുടെ ദഫ് അകമ്പടി. ചലച്ചിത്ര അക്കാദമി ഭരണസമിതി അംഗം കെ.ഡി. ഷൈബു മുണ്ടയ്ക്കൽ സംവിധാനം ചെയ്യുന്ന അഗനാനൂർ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ദഫിന്റെ പേർഷ്യൻ രാജ്ഞി എന്നറിയപ്പെടുന്ന അസൽ മലേക്സ്ദയുടെ ദഫ് വാദനം. ലോകപ്രശസ്ത പോപ്പ് ഗായകൻ അലക്സ് ബോയെ ഈ ചിത്രത്തിൽ മലയാള ഗാനം ആലപിക്കുന്നുമുണ്ട്. ശിവതാണ്ഡവത്തിന് ഡമരുവാകുന്നത് ലോകപ്രശസ്ത ഇറാനിയൻ ദഫ് കലാകാരി അസൽ മലേക്സ്ദയുടെ ദഫ്. ടെഹ്റാനിൽ നിന്നാണ് അവർ ഇത് ആലേഖനം ചെയ്ത് അയച്ചത്. സംഘകാലത്തെ ഇതിഹാസ കാവ്യങ്ങളായ അകനാനൂറ്, പുറനാനൂറ് എന്നിവയിൽ അകനാനൂറിനെ ആസ്പദമാക്കി അതേ പേരിൽ ഒരുക്കുന്ന ചിത്രത്തിൽ കരികാല ചോളന്റെ താണ്ഡവത്തിനാണ് ദഫിന്റെ പേർഷ്യൻ രാജകുമാരിയുടെ വാദനം. താണ്ഡവ ഗാനത്തെ അനുഗമിക്കുന്ന താളവാദ്യങ്ങൾ തീർച്ചയായും ഈ 7 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വേണം എന്നൊരു ചിന്ത വന്നു. പ്രധാനപ്പെട്ടൊരു താളം നിർബന്ധമായും ഒരു പേർഷ്യൻ താളമായിരിക്കണമെന്നും അതൊരു മരുഭൂമിയിലുള്ള വലിയ ശബ്ദഘോഷത്തിൻ്റെ ഒരു സംഗതിയായിരിക്കണമെന്നും അങ്ങനെയുള്ളൊരു ശബ്ദമാണ് കോസ്മിക് ഡാൻസ് ആയിട്ടുള്ള ശിവതാണ്ഡവത്തോടൊപ്പം അനുഗമിക്കേണ്ടതെന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ തിരഞ്ഞത്. അപ്പോൾ ഗംഭീരരായിട്ടുള്ള പെർക്യൂഷനിസ്റ്റുകളുടെ എണ്ണത്തിൽ ഒരാളാണ് ക്വീൻ ഓഫ് ദഫ്. ചേര, ചോള, പാണ്ഡ്യ, ഛത്രപതിമാരുടെ പ്രണയവും പ്രതികാരവും പടയോട്ടങ്ങളുമാണ് 400 കവിതകൾ വീതമുള്ള അകനാനൂറും പുറനാനൂറും. 3 മണിക്കൂർ നീളുന്ന ചിത്രത്തിന്റെ പകുതി സമയവും ഗാനങ്ങളാണ്. ലോകപ്രശസ്ത പോപ്പ് ഗായകൻ അലക്സ് ബോയെ ഈ ചിത്രത്തിൽ മലയാള ഗാനം ആലപിക്കുന്നു. It just feels like you have just these beautiful melodies and it's just makes you just feel very it's just peaceful and relaxing. ലോസ് ആഞ്ചലസിലെ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ്. ഓർക്കസ്ട്രേഷനൊക്കെ നടക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലാണ്. വിയന്നയോട് ചേർന്നിട്ടാണ് ചെക്കോസ്ലാവേക്കുള്ളത്. പഴയ ചെക്കോസ്ലാവേക്ക്, ഇപ്പോഴത്തെ ചെക്ക് റിപ്പബ്ലിക്. പ്രാഗിലാണ് സ്ട്രിംഗ് ഓർക്കസ്ട്രേഷൻ അല്ലെങ്കിൽ സിംഫോണി ഓർക്കസ്ട്രേഷൻ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. ബിഗ് ബജറ്റ് ചിത്രമായ അകനാനൂറിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ വിസ്മയ സ്മാക്സ് സ്റ്റുഡിയോയിൽ അന്തിമഘട്ടത്തിലാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.